ആണവ ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നതിനിടെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയുമായി ഇറാൻ. ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ മിസൈൽ ആക്രമണം ഉണ്ടായെന്നും അപായ സൂചനകൾ മുഴങ്ങിയെന്നുമാണ് രാജ്യാന്തര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇറാനെ ആക്രമിച്ചാൽ കനത്ത തിരിച്ചടിയെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നതാണെന്നും എന്നാൽ അത് വകവയ്ക്കാതെ നടത്തിയ ആക്രമണത്തിന് അമേരിക്ക വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ഇറാൻ തുറന്നടിച്ചു. ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ നിങ്ങളൊരു പാത തുറന്നിരിക്കുകയാണ്. അതിന്റെ അവസാനം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല എന്നാണ് ഇറാൻ പാർലമെന്റിലെ ദേശീയ സുരക്ഷാ കമ്മീഷൻ ഇബ്രാഹിം അസീസി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചത്. അതിനിടെ ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം അമേരിക്കയുമായി ചേർന്നുള്ള സംയുക്ത ആക്രമണമായിരുന്നു എന്ന് ഇസ്രയേലിന്റെ സ്ഥിരീകരണവുമുണ്ടായി. അന്താരാഷ്ട്ര മാധ്യമങ്ങളോടാണ് ഇസ്രയേൽ വൃത്തങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇസ്രയേലാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്നും അമേരിക്കയുടെ ശക്തമായ പിന്തുണയോടെ നടത്തിയ ആക്രമണമാണെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം ടെഹ്റാനിൽ ഉഗ്രസ്ഫോടനങ്ങളാണ് നടന്നത്. നഗരത്തിൽ പലയിടത്തും മിസൈലുകൾ പതിച്ചു. ആയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസുകൾക്ക് സമീപവും ആക്രമണമുണ്ടായി. ഖമേനിയെ രഹസ്യ താവളത്തിലേക്ക് മാറ്റി. മുൻകരുതൽ ആക്രമണമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. വ്യോമമേഖല അടച്ചു. സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആളുകൾക്ക് നിർദ്ദേശവും നൽകി. ഇറാനിൽ അമേരിക്ക ഇസ്രായേൽ സംയുക്ത നടപടി ആരംഭിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ നീക്കമെന്ന് അദ്ദേഹം ന്യായീകരിച്ചു. ഈ ആക്രമണം പശ്ചിമേഷ്യയിൽ വലിയ യുദ്ധസാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ആകാശത്തും ഒമാൻ ഉൾക്കടൽ മേഖലയിലും നിരീക്ഷണം ശക്തമാക്കി അമേരിക്കൻ നാവികസേനയുടെ അത്യാധുനിക ഡ്രോണുകൾ വട്ടമിട്ട് പറന്നു. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രത്യാക്രമണ സാധ്യതകൾ തത്സമയം നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനുമാണ് അത്യാധുനിക സെൻസറുകളുള്ള ഈ ഡ്രോണുകളെ വിന്യസിച്ചിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ ആകാശത്തും ഗൾഫ് ഓഫ് ഒമാൻ മേഖലയിലും നിരീക്ഷണം ശക്തമാക്കിയത് MQ-4C ട്രൈറ്റൺ ഡ്രോണുകളാണ്. കഴിഞ്ഞ ജൂണിൽ നടന്ന വ്യോമയുദ്ധത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കെതിരെയുള്ള മുൻകരുതൽ നടപടിയാണ് ഈ ആക്രമണമെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ശനിയാഴ്ച പുലർച്ചെ ആരംഭിച്ച ആക്രമണത്തിൽ ഇറാന്റെ പ്രധാന ഭരണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടിട്ടുണ്ട്. ആക്രമണം ശക്തമായതോടെ സുപ്രീം നേതാവ് ഖമേനിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തു. ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾക്കും സൈന്യത്തിനും പോലീസിനും ട്രംപ് അന്ത്യശാസനം നൽകി. ആയുധം താഴെ വയ്ക്കുക, നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷ ഉറപ്പു നൽകുന്നു, അല്ലെങ്കിൽ നേരിടേണ്ടി വരിക ഉറപ്പായ മരണമായിരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. കീഴടങ്ങുന്നവർക്ക് മാപ്പ് നൽകുമെന്നും എന്നാൽ പ്രതിരോധിക്കുന്നവർക്ക് ദയയുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇറാൻ ജനതയും ട്രംപ് അഭിസംബോധന ചെയ്തു. ഇറാന്റെ തിരിച്ചടിയെ നേരിടാൻ അമേരിക്കയ്ക്ക് കഴിയുമോ എന്ന ആശങ്കയും ഈ ഘട്ടത്തിൽ ശക്തമാണ്. ഖത്തർ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് വലിയ സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഇസ്രായേലിലേക്ക് മാത്രമല്ല ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കും മിസൈലുകൾ അയക്കാൻ ഇറാന് സാധിക്കും. ഇത് മുന്നിൽ കണ്ടാണ് അമേരിക്കൻ നാവികസേനയുടെ അത്യാധുനിക നിരീക്ഷണ ഡ്രോണുകൾ ഇറാനിയൻ അതിർത്തികളിൽ സജീവമാക്കിയിരിക്കുന്നത്. ആക്രമണത്തിന് ശേഷം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണ സാധ്യതകൾ നിരീക്ഷിക്കാനും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനുമാണ് ഈ ഡ്രോൺ നിരീക്ഷണം. കഴിഞ്ഞ ജൂണിൽ നടന്ന 12 ദിവസത്തെ വ്യോമയുദ്ധത്തിനു ശേഷം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി മുന്നോട്ടു പോയാൽ വീണ്ടും ആക്രമിക്കുമെന്നും അമേരിക്കയും ഇസ്രയേലും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് അവഗണിച്ചാണ് നിലവിലെ വലിയ സൈനിക നീക്കത്തിന് കാരണമായത് എന്ന് കരുതപ്പെടുന്നു. ഇതോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും വൻ യുദ്ധഭീതി പടർന്നിരിക്കുകയാണ്. അതിനിടെ ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിലുമുള്ള ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. പൗരന്മാർ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. പൗരന്മാർ എവിടെയാണോ തങ്ങുന്നത് അവിടെ തുടരാനും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കാണാനുമാണ് എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തര ആവശ്യം വന്നാൽ വിളിക്കാനുള്ള നമ്പറുകളും നൽകിയിട്ടുണ്ട്. ഇറാനിൽ നിന്ന് എല്ലാ ഇന്ത്യക്കാരും ഒഴിഞ്ഞു പോകണമെന്ന് നേരത്തെ തന്നെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി എത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇറാനിലുണ്ട്. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് എംബസി. ഇസ്രയേലിൽ 32,000 ഇറാനിയൻ 10,000-ഓളം ഇന്ത്യക്കാർ ഉണ്ടെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.